വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതിയ പ്രതിഫലം ലഭിക്കാൻ ഈ ഒരു ചെറിയ സൂറത്ത് കേവലം 4 തവണ ഓതിയാൽ മതി. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കാം. മഹാനായ റഖീബ് അലൈഹിസ്സലാം എല്ലാ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ മനുഷ്യൻ ഇന്നൊരു ഖത്ം ഓതിയിട്ടുണ്ട് എന്ന് എഴുതപ്പെടുന്ന അവസ്ഥ ലഭിക്കണോ, ഈ സൂറത്ത് പതിവാക്കിയാൽ മതി. 10 തവണ എല്ലാ ദിവസവും ഓതാൻ അവസരം കിട്ടിയാലോ ആ മനുഷ്യൻ ചോദിക്കുന്ന ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നടപ്പാക്കി കൊടുക്കും. അത്ഭുതകരമായ റിസൾട്ട് നമ്മുടെ കൺമുമ്പിൽ കണ്ട അനുഭവം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടു നോക്കാം. അള്ളാഹു പൂർണ്ണമായി കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പഠിക്കാനും ജീവിതത്തിൽ പതിവാക്കാനും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ കബൂലാക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് പരിഹാരങ്ങൾ തേടാറുണ്ട്. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത്ഭുതകരമായ ഒരു സൂറത്തിനെ പറ്റി പഠിക്കാം. എന്താ ഈ സൂറത്തിന്റെ പ്രത്യേകത എന്നറിയാം? പരിശുദ്ധ ഖുർആനിന്റെ 1/4 ഭാഗം ഓതിയ കൂലി ഈ ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ കിട്ടും. പരിശുദ്ധ ഖുർആനിലെ 1/4 ഭാഗം 30 ജുസ്ഇന്റെ 1/4 ഭാഗം ഓതി തീർത്ത കൂലി, അതായത് ഈ സൂറത്ത് 4 തവണ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതി ഖത്മു ചെയ്ത കൂലി ലഭിക്കുന്ന ഒരു അത്ഭുതകരമായ സൂറത്ത് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു തരികയാണ്. വെറുതെ ഒരിക്കലുമല്ലോ നബിതങ്ങൾ വെറുതെ പറയൂലല്ലോ. അവിടുന്ന് കളവ് പറയാത്ത നേതാവാണ്. സത്യമല്ലാത്ത ഒന്നും നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. ആ മുത്തുനബിതങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. എന്താ ഈ സൂറത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സൂറത്താണ്. ഇബ്ലീസ് വളരെ വെറുക്കുന്ന, ദേഷ്യം പിടിക്കുന്ന ഒരു സൂറത്താണ്. എന്താണ് അതിന് കാരണം എന്നറിയോ? ഇബ്ലീസ് വെറുക്കാനുള്ള കാരണം, ഇബ്ലീസ് മനുഷ്യനെ പിഴപ്പിക്കാൻ നടക്കുന്നവനാണ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് പൂസിനെ കാട്ടിടും. മരണ സമയത്ത് വരും. ആര്? മരണസമയത്ത് പോലും വരും. നമ്മുടെ അടുക്കൽ വന്നിട്ട് ആ ദാഹമുള്ള സമയത്ത് നമ്മുടെ അടുക്കലേക്ക് പാനപാത്രം കാണിച്ചിട്ട്, നീ എന്നെ വിശ്വസിക്കാണ്, എന്റെ കൂടെ കൂടുകയാണെങ്കിൽ ഇത് കുടിക്കാൻ നിനക്ക് തരാം. ഈമാൻ കുറഞ്ഞവരത് പെട്ടുപോകും. അപ്പൊ അങ്ങനെ പെടുത്തുന്ന സമയത്തും നേരം ലഈനവൻ ആട്ടുവാൻ, അവനെ ആട്ടിപ്പായിക്കാൻ അള്ളാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. നമ്മളെപ്പോഴും ദ്വാരക്കണതാണ്. അപ്പൊ കാരണം മുഅ്മിനീങ്ങളെ എപ്പോഴും വഴിപിഴപ്പിക്കാൻ നടക്കുന്ന ഒരുത്തനാണ് ആര്? ഇബ്ലീസ്. ആ ഇബ്ലീസിനെ പിഴപ്പിക്കാൻ പറ്റൂല ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക്. മനസ്സിലായില്ലേ? ഈ സൂറത്ത് പതിവാക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ വലിയവരാകട്ടെ ചെറിയവരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, സൂറത്ത് നിരന്തരം ഓതുന്നവരാണ് എങ്കിൽ ഇബ്ലീസിന് ഒരു കാരണവശാലും ഈ മനുഷ്യരെ പിഴപ്പിക്കാൻ കഴിയൂല, തെറ്റ് ചെയ്യിക്കാൻ കഴിയില്ല, വൻ പാപങ്ങൾ ഈ മനുഷ്യനിൽ നിന്നുണ്ടാകൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ ചെറിയൊരു സൂറത്ത്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഖുൽ എന്നുകൊണ്ട് തുടങ്ങുന്ന, ഖുൽ എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകളുണ്ട്. 5 സൂറത്ത്. ഞങ്ങൾക്ക് 4 എണ്ണല്ലേ അറിയുള്ളൂ എന്ന് പലരും ചിന്തിക്കും. ചിലർക്ക് 3 എണ്ണേ അറിയുള്ളൂ. പോട്ടെ, 5 സൂറത്തുകളുണ്ട് ഖുൽ എന്ന് തുടങ്ങുന്ന. നമുക്കറിയാം 3 ചെറിയ സൂറത്തുകൾ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ആ 3 സൂറത്ത് വലിയ പവറുള്ള സൂറത്താണ്. ഓക്കെ, അതല്ല. അടുത്തൊരു സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതും ഖുൽ കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു സൂറത്തുണ്ട്. അടുത്തൊരു ജുസ്ഇലായിട്ട് എന്ത്? ഖുൽ ഊഹിയ ഇലയ്യ എന്ന് പറയുന്ന സൂറത്തുൽ ജിന്ന്. നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം ഏതാണെന്നറിയാം? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. വളരെ ചെറിയ സൂറത്താണ്. കേവലം 5-6 ആയത്തുകൾ മാത്രമാണ് അതിലുള്ളത്. നമുക്ക് നോദിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഓതാൻ വളരെ മനോഹരമായ എളുപ്പമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഇതിന്റെ പവർ നമുക്കൊന്ന് കേട്ടാലോ. പരിശുദ്ധ ഖുർആനിന്റെ 4/1 ഭാഗം പൂർത്തിയാക്കാൻ ഈ ഒരൊറ്റ സൂറത്ത് ഒരു വട്ടം ഓതിയാൽ. അപ്പൊ ഈ 4 തവണ ആർക്കെങ്കിലും സൂറത്തുൽ കാഫിറൂൻ മുടങ്ങാതെ ഓതാൻ അവസരം കിട്ടിയാൽ ആ വ്യക്തി എല്ലാ ദിവസവും ഖുർആന്റെ ഖത്മു ചെയ്ത കൂലി എഴുതപ്പെട്ടവനാവും.
നമ്മുടെ വലതുഭാഗത്ത് റഖീബ് അലൈഹിസ്സലാത്തു വസ്സലാം നന്മ എഴുതാൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ നന്മകൾ എന്തൊക്കെയാണ് ഈ വ്യക്തി ചെയ്യുന്നത് എന്ന് ഇപ്പൊ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇൽമാണ് കേൾക്കുന്നത്. ഈ സമയമൊക്കെ റഖീബ് അലൈഹിസ്സലാം അത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മൾ വല്ല സിനിമാ പാട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമില്ലാത്തതോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലോ അതീദ് അലൈഹിസ്സലാത്തു വസ്സലാം തിന്മ എഴുതുന്ന മലക്ക് അതിങ്ങനെ എഴുതും. അള്ളാഹു നമുക്ക് നന്മയ്ക്ക് അവസരം നൽകുമാറാട്ടെ. അപ്പൊ ഈ നന്മ എഴുതുന്ന മലക്കിന് എല്ലാ ദിവസവും ഇന്നാലിന്ന വ്യക്തി ഖത്ത് മോദിയിട്ടുണ്ട്, മുജീബ് റഹ്മാൻ ഇന്ന് ഖത്ത് മോദിയിട്ടുണ്ട്, അതിന്റെ കൂലിയുണ്ട്. ഇവിടെ എഴുതുകയാണ്, ഫാത്തിമ ഇന്ന് ഖത്ത് മോദിയിട്ടുണ്ട്, സൈനബ ഇന്ന് ഖത്ത് മോദിയിട്ടുണ്ട്, അരിയാർ ഇന്ന് ഖത്ത് മോദിയിട്ടുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ പേരിൽ ഖത്തം എഴുതിയ കൂലി, ഓതിയ കൂലി എഴുതപ്പെടും. എത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 4 തവണ ഈ ചെറിയ സൂറത്ത് ഓതിയാൽ മതി. അതോടൊപ്പം തന്നെ ഒട്ടനവധി നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നതായി കാണാം. കൊടിയ പിശാചുക്കൾ പോലും നമ്മുടെ അടുക്കൂല പേടിച്ചിട്ട്. നമ്മുടെ അടുക്കലേക്ക് വലിയ പിശാചുക്കൾ ശൈത്താന്മാര് പോലും നമ്മുടെ ഭാഗത്തേക്കേ വരൂല. നമ്മളെ പിഴപ്പിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അത്രയേറെ വെറുപ്പാണ് അവർക്ക് ഈ സൂറത്തിനോട്. ഇത് പാരായണം ചെയ്യുന്നവരെ അത്ര പേടിയുമാണ്. കാരണം എന്തേ, ഈ സൂറത്തിനോട് വെറുക്കാനുള്ള കാരണം അവർക്ക് പിഴപ്പിക്കാൻ കഴിയണില്ല, വഴിപിഴപ്പിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെറുപ്പാണ്. അത്ര പേടിയുള്ള ഒരു സൂറത്താണ്. ആ മനുഷ്യൻ ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന മനുഷ്യനാണ് എങ്കിൽ അയാളുടെ ജീവിതകാലത്ത് ഒരിക്കലും ശിർക്ക് എന്ന് പറയുന്ന തെറ്റ് വരൂല. അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കുന്ന അവസ്ഥ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരികയേയില്ല. നമുക്കൊക്കെ ബേജാറാണ്. എന്താ അറിയോ, നമുക്കിപ്പം മുഅ്മിനാണ്, നമ്മൾ ഈമാനുണ്ട്. ഇനി മരിക്കുന്നതിന് മുമ്പ് ഈമാനം കാണാൻ തെറ്റിപ്പോകുമോ എന്ന് നമ്മളെപ്പോഴും ഭയപ്പെടണം. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഹഖ്ക തുഖാതിഹി, എങ്ങനെയാണോ സൂക്ഷിക്കാൻ പറഞ്ഞത് ആ രൂപത്തിലൊക്കെ നിങ്ങൾ പരിഗണിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല, മുഅ്മിനീങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ. അതായത് ഇപ്പൊ നമ്മൾക്ക് ഈമാൻ ഉണ്ടെങ്കിലും ശരി, നമ്മളിപ്പോ മുഅ്മിനീങ്ങളാണെങ്കിലും ശരി, മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം, ചില നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ കണിവലയിൽ പെട്ടുപോയി, ശിർക്കിൽ പെട്ടുപോയി നിങ്ങളുടെ ഈമാൻ തെറിച്ച് നിങ്ങൾ മുഅ്മിനല്ലാതെ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകല്ലേ എന്ന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ നിങ്ങളുടെ ഈമാൻ സലാമത്താക്കി തരണേ എന്ന്. ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവരാണോ, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണോ, അവരൊരിക്കലും അവരുടെ ഈമാൻ പിഴച്ചു പോകൂല, ശിർക്കിൽ പെട്ടുപോകൂല. ചെറിയ സൂറത്താണെങ്കിലും അതിന്റെ പവർ വലുതാണ്. എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും മഹാന്മാര് പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും, ചിലപ്പോൾ മറ്റുള്ളവരോട് പറയാൻ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ദുഃഖങ്ങൾ അങ്ങനെയുണ്ടല്ലോ. എല്ലാ ദുഃഖവും ഇപ്പൊ എല്ലാവരോടും പറയണമെന്നില്ലല്ലോ. നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറയും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില ദുഃഖങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കടിച്ചമർത്തി നമ്മൾ നിൽക്കുന്നുണ്ടാവും, മറ്റാരോടും പറയാൻ കഴിയാതെ. ചിലർ അങ്ങനെ ഉണ്ട്. വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വിഷമങ്ങളുണ്ട്. എത്ര വലിയ ദുഃഖമാണെങ്കിലും, എത്ര ദുഃഖത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ആ ദുഃഖം അവരിൽ നിന്ന് പെട്ടെന്ന് നീങ്ങിപ്പോകാൻ കാരണമായി തീരും. സൂറത്ത് പതിവാക്കി. ഞാൻ വെറുതെ പറയുക, ഇതൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. മുത്തുനബി തങ്ങളുടെ ഹദീസുകളിൽ നിന്നും പരിചയപ്പെടുത്തുകയാണ്. ഒരു ചെറിയ സൂറത്ത് ഒരു 4 തവണ ഓതാൻ, ഇനി 4 തവണ ഓതാൻ പറ്റിയില്ല, ഓരോ തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതാൻ അവസരം കിട്ടിയാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശിർക്കിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? നബി തങ്ങൾ ചോദിക്കാം, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ മതി. ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ മതി എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ വകയായിട്ട് പറഞ്ഞതല്ല. ഇനി ഒരാൾ യാത്ര പോകുന്ന സമയം, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാം, നിരം അപകടങ്ങളാണ്, റോഡ് അപകടങ്ങൾ. വാഹനം ഇടിച്ചു മരിച്ചു, കാറും ബൈക്കും കൂട്ടിയിടിച്ചു, ലോറിയും ബസ്സും കൂട്ടിയിടിച്ചു തുടങ്ങി ഇങ്ങനെ വാഹന അപകടങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളോ നമ്മളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കും പറയാം, മോനെ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് പോണേ. ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊന്നും സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് പോകണം. അതിനൊന്നും ഒരുപാട് സമയമില്ല, 2 മിനിറ്റ് പോലും വേണ്ടി വരില്ല, ഒന്ന് ഓതിയിട്ട് പോണേ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് പോവാം. അങ്ങനെ ഓതിയിട്ടാണ് പോകുന്നത് എങ്കിൽ ആ യാത്രയിൽ അവൻ പരിപൂർണ സുരക്ഷിതനായിരിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചരികയാണ്. ഒരു പ്രയാസവും അവന്റെ ജീവിതത്തിൽ, ആ യാത്രയിൽ അവൻ അപകടത്തിൽ പെട്ടുപോകൂല. അപകടങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് എങ്കിലും ആ അപകടത്തെ അള്ളാഹു അവനിൽ നിന്ന് മാറ്റിക്കളയും.
അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് യാത്ര പോകുമ്പോൾ, ഇനി അടുത്ത അങ്ങാടിക്കടയിലേക്ക് പോവുകയാണെങ്കിലും ശരി, നമ്മൾ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള പലചരക്ക് കടയിലേക്ക്, തൊട്ടടുത്ത കടയിലേക്ക് നടന്നാണ് പോകുന്നതെങ്കിലും ശരി, നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് ഇറങ്ങുക. അള്ളാഹു വലിയ കാവൽ നൽകും. കാരണം യാത്ര ദൂരമാകണമെന്നൊന്നുമില്ല അപകടത്തിൽപ്പെട്ടു പോകാൻ. തൊട്ടടുത്ത യാത്ര, അങ്ങാടിയിലേക്ക് നടന്നു പോകുന്നവന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു വന്ന കാർ ഇടിച്ചു കയറി മരണപ്പെട്ടു. സ്കൂളിലേക്ക് നടന്നു പോകുന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിലേക്ക് കാർ ഇടിച്ചു കയറി, ബൈക്ക് ഇടിച്ചു കയറി കുട്ടി മരണപ്പെട്ടു. എത്രയോ വാർത്തകൾ ഈ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘയാത്ര പോകുന്നവർ മാത്രമേ മരണപ്പെടുകയുള്ളൂ എന്നൊന്നുമില്ല, അപകടത്തിൽ പെട്ടുപോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ യാത്രയാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഈ പരിശുദ്ധ സൂറത്ത് ഒരു തവണയെങ്കിലും ഓതിയിട്ടിറങ്ങുക. ഇനി നമ്മളൊക്കെ പേടിക്കുന്ന ഒരു വിഷയമല്ല അടുത്തത്, എന്ത്? ദാരിദ്ര്യത്തിൽ പെട്ടുപോവുക. എങ്ങനെ? ഇപ്പോ ഉള്ളത് കുറെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ സമ്പാദ്യം ഒന്നിനും തികയണില്ല. ഒന്നാമത്തെ പ്രശ്നം. കുറെ സമ്പാദ്യം കിട്ടുന്നുണ്ട്, അതായത് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നിനും തികയില്ല. ഇനിയോ നല്ല ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ കൃത്യമായി ശമ്പളം കിട്ടണില്ല, അല്ലേ? ഇനി നല്ലൊരു ബിസിനസ് തുടങ്ങി, പക്ഷെ കൃത്യമായിട്ട് ലാഭം കിട്ടണില്ല, കച്ചവടം കുറവാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഭർത്താവിന് ജോലിയില്ല, ഭർത്താവ് തുടങ്ങിയ ബിസിനസ് ശരിയാവണില്ല, ഇങ്ങനെ തുടങ്ങി പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ ഉള്ള സമ്പാദ്യം കൊണ്ട് തികയാതെ വരുന്ന അവസ്ഥ. ഇതൊരു ബറക്കത്ത് കേടാണ്, ഇതൊരു ചെറിയ ദാരിദ്ര്യമാണ്, അല്ലേ? ഉള്ളത് കൊണ്ട് ബറക്കത്തില്ലായ്മ, ഉള്ളത് തികയാതിരിക്കുക. ഈ പ്രശ്നം മാറി കിട്ടണം, ഈ പ്രയാസം മാറി. ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു ദ്വാരക്കാൻ ഏൽപ്പിച്ചൊരു വിഷയമാണ്. ഇങ്ങനെയൊക്കെയുണ്ട്, ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, വീട്ടിലൊരു റാഹത്തില്ല, സന്തോഷമില്ല, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്. ഒന്നില്ലെങ്കിൽ അടുത്തൊരു ആൾക്ക് രോഗം. ഇപ്പൊ എനിക്ക് രോഗം വന്നു മാറിക്കഴിഞ്ഞാൽ അടുത്ത് എന്റെ മക്കൾക്കായിരിക്കും, അത് കഴിയുമ്പോൾ എന്റെ ഭർത്താവിനായിരിക്കും, എന്റെ ഭാര്യയ്ക്കായിരിക്കും. ഇങ്ങനെ തുടങ്ങി ഒന്നല്ലെങ്കിൽ മറ്റൊരാൾക്ക് രോഗം വരുന്ന ഒരു അവസ്ഥ. എപ്പോഴും സമാധാനക്കേടാണ്, എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പരിഹാരം പറഞ്ഞു തരാം. മഹാന്മാർ പറഞ്ഞു തരുന്നത്, പരിശുദ്ധമായ ഈ ചെറിയ സൂറത്ത് ദിനം പാരായണം ചെയ്യുന്നവരാണോ, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണോ, ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി അവരുടെ ജീവിതത്തിലേ ഉണ്ടാവൂല. പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പറയുക. ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സുബഹയുടെ സമയത്ത് ആരെങ്കിലും ഒരാൾ സുബഹയുടെ സമയത്ത്, സുബഹ നിസ്കാര ശേഷം ആരെങ്കിലും ഒരാൾ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യും. വലിയ സമയമൊന്നും വേണ്ട, കുറഞ്ഞ സമയം കാഫിറൂൻ ഓതി. എന്നാൽ ആ ദിവസം മുഴുവൻ സുബഹി മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അവൻ ഉറങ്ങുന്നത് വരെ അവന്റെ ജീവിതത്തിൽ യാതൊരു ശല്യവും വിപത്തും ഏൽക്കപ്പെടുകയില്ല. ഒരു അപകടവും അവന്റെ ജീവിതത്തിൽ, ആപത്തുകളും വരൂല, ഒരടങ്ങേറുകളും അവന്റെ ജീവിതത്തിലേക്ക് വരൂല. നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റു, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമുക്കറിയില്ല. ഒരു പ്രയാസവും ഇല്ലാതെ ഈ ജീവിതം തീർക്കാൻ പറ്റുമോ, ഈ ഇന്നത്തെ ദിവസം തീർക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ സൂറത്തുൽ കാഫിറൂൻ സുബഹിക്ക് ശേഷം ഒരാൾ ഓതിയിട്ടാണ് അവന്റെ ജീവിതം തുടങ്ങിയതെങ്കിൽ, അന്നത്തെ ദിവസം തുടങ്ങിയതെങ്കിൽ, ആ ദിവസത്തിൽ അവന് വിപത്തുകൾ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നു. അതോടൊപ്പം തന്നെ ഇനി രാത്രി കിടക്കാൻ നേരത്തെ ഒരാൾ ഓതി, രാത്രി കിടക്കുന്ന സമയത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ആ കിടത്തത്തിൽ, അവന്റെ ഉറക്കത്തിൽ, അതുപോലെ തന്നെ രാത്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും അവന്റെ ജീവിതത്തിലേക്ക് വരില്ല. ദുസ്വപ്നം കാണുന്ന വിഷയം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദുസ്വപ്നം കണ്ടുകൊണ്ട് പേടിക്കുക, അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും വിപത്ത് സംഭവിക്കുക, രാത്രി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക, രാത്രി അറ്റാക്ക് വന്ന്, ഉറക്കത്തിൽ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുക, ഇതൊക്കെ വിപത്തുകൾ തന്നെയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും അവൻ സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയുക. നമ്മുടെ മക്കൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം, ചെറിയ കുട്ടികൾക്ക്. അവരെയും കൊണ്ട് പതിവാക്കിപ്പിക്കണം. അവരും കണ്ണേറ് പോലത്തെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടാൻ കാരണമായി തീരും. ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു കാവലാണ് ഈ സൂറത്ത് എന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര പ്രയാസം ഉണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ സൂറത്ത്. സൂര്യൻ ഉദിക്കുന്ന സമയം നബി തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത്, സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരെങ്കിലും 10 തവണ ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ, സൂറത്തുൽ കാഫിറൂൻ കേവലം 10 തവണ ഓതുകയാണ് എങ്കിൽ, അവൻ ഈ ദുനിയാവിൽ അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ എന്താഗ്രഹമാണോ റബ്ബിനോട് ചോദിക്കുന്നത്, ആ ആഗ്രഹം അള്ളാഹു നടത്തിക്കൊടുക്കും. നമുക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട് നമ്മുടെ കൽബിൽ, അല്ലെ? ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതൊക്കെ എങ്ങനെയാണ് വീട്ടിൽ കിട്ടുക, ഇതൊക്കെ നടന്നു കിട്ടുമോ നമുക്കറിയില്ല. എന്നാൽ നമുക്ക് എന്ത് ആവശ്യമാണോ, അത് ദുനിയാവിന്റെ ആവശ്യമാകട്ടെ, ആഖിറത്തിന്റെ ആവശ്യമാകട്ടെ, 10 തവണ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് ഓതിയിട്ട് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചാൽ ആ ആവശ്യം പൂർത്തീകരിച്ചു. ധൈര്യമായിട്ട് നമുക്ക് ചോദിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് അള്ളാഹു നൽകും. അനുഭവം ഒരുപാട് പറയാനുണ്ട്.
നമുക്ക് ലഭിച്ചതും ഒരുപാട് ആളുകൾക്ക് കിട്ടിയതുമായ അനുഭവങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വല്ലാത്തൊരു വിഷമം പറഞ്ഞു. വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കട തുടങ്ങി. പക്ഷേ ആ കടയിൽ കച്ചവടം അദ്ദേഹം ഉദ്ദേശിച്ച പോലെ നടക്കണില്ല. നല്ലൊരു സൈറ്റിലാണ് തുടങ്ങിയത്, കച്ചവടത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലവുമാണ്. പക്ഷേ അദ്ദേഹം വിചാരിച്ചത്ര കച്ചവടം അവിടെ നടക്കണേയില്ല. ദിവസത്തിൽ 2-3 ആളുകളൊക്കെ വന്നു, അല്ലെങ്കിൽ 4-5 ആള് വന്നു, തീർന്നു ഇന്നത്തെ കച്ചവടം. അതായത് കാര്യക്ഷമമായി ഒരു കച്ചവടം നടക്കാത്ത അവസ്ഥ. എത്ര നോക്കിയിട്ടും പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഒന്നും ഒരു മെച്ചപ്പെടുന്നില്ല. കുറേയായി കച്ചവടം തുടങ്ങിയിട്ട് മാസങ്ങളായി, പക്ഷെ ഇപ്പോഴും ഒരു ആകാൻ കഴിയണില്ല. എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ? ഞാൻ അപ്പോഴാണ് ഈ സൂറത്തുൽ കാഫിറൂന്റെ ഫളാഇൽ കാണുന്നതും അത് കേൾക്കുന്നതും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാം, രാവിലെ സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് 10 തവണ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യണം. വേറൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് അതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കാഫിറൂൻ പാരായണം ചെയ്തിട്ട് റബ്ബിനോട് പറയണം എന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടണം, എന്റെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാകണം എന്ന് അള്ളാഹിനോട് നിങ്ങൾ ദ്വാരക്കണം. വേറെ ഒന്നും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എന്നോട് വന്ന സന്തോഷം പറഞ്ഞത്, അതെ കച്ചവടം നല്ലവണ്ണം നടക്കുന്നുണ്ട്, കടയിൽ നല്ലതുപോലെ കച്ചവടം നടക്കുക. ഞാൻ 2 സ്റ്റാഫിനെയും കൂടെ കൂടുതൽ വെച്ചു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ 2 സ്റ്റാഫിനെ കൂടുതലായി എന്റെ കടയിൽ നിർത്തിയത്. അൽഹംദുലില്ലാഹ്, അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നമ്മുടെ ഫദ്ല് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ്. അള്ളാഹു നമുക്കും പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നമുക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്, അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ തയ്യാറായാൽ മാത്രം മതി. അപ്പൊ അത്ഭുതകരമായ റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും. ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറയണം. അവസാന നാള് അല്ലേ, അന്ത്യനാള് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ദിവസം പറയണം, ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതമിന്നോളവും നിനക്കില്ലേ, ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയിട്ടതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്ര ചെയ്തതത്ഭുതമല്ലേ, മണിമേട മുകളിലുല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴ് പെട്ടതത്ഭുതമല്ലേ. മഹാനായ തഴവ ഉസ്താദ് പാടിയ വരികളാണ്. എത്ര മഹത്വമുള്ള വരികളാണ് അല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എത്രയോ ആളുകൾ, രാജാക്കന്മാർ, പ്രമാണിമാർ, വലിയ കുലീനകളായ ആളുകൾ, കുലീനന്മാരായ ആളുകൾ എല്ലാം കഴിഞ്ഞുപോയി. മൗത്തെന്ന സിംഹം പിടിച്ചുകൊണ്ടുപോയി അവരെയൊക്കെ. മണിമേട മുകളിൽ ഉല്ലസിച്ച ആളുകളൊക്കെ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി. സിംഹാസനത്തിന് ചുറ്റും നിന്ന പ്രജകളൊക്കെ മണ്ണുവാരിയിട്ട് പോയി. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും. ഒരു ദിവസം യാത്ര പറയണം. ഈ സമയം നന്നായി കിട്ടിയാൽ അവന്റെ ആഖിറം നന്നായി കിട്ടും, അവളുടെ ആഖിറം നന്നായി കിട്ടും. അതാണ് മുഅ്മിൻ പേടിക്കേണ്ടത്. അന്നത്തെ ദിവസം നന്നായി കിട്ടും. പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ചെറിയ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവരാണോ, ഈമാനോട് കൂടിയിട്ടല്ലാതെ അവർ മരണപ്പെടില്ല. അതായത് ആഖിബത്ത് നന്നായിട്ടല്ലാതെ ആ വ്യക്തി ലോകത്ത് നിന്ന് യാത്ര പറയൂല എന്ന് അള്ളാഹുവെ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ആ മരണസമയം കാമിലായ ഈമാൻ നൽകി ഞങ്ങളെ വിട പറയാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. എപ്പോഴും ദുആ ഇറക്കണം. അത്ഭുതകരമായ ഈ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുമെന്ന നല്ല നിയ്യത്ത് നമ്മുടെ ഖൽബിലെടുക്കുക. വലിയ പ്രയാസമൊന്നുമില്ല, കുറഞ്ഞ സമയം മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓതി തീർക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞു, പ്രശ്നങ്ങളും പറഞ്ഞു ആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, ആരൊക്കെ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ടോ അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറും
ഖൈറുകൾ മുസീബത്തും ബദരീങ്ങടെ ബറകത്തിനാൽ യമകാക്കണം യാ റബ്ബനാ ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങടെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ, ഞങ്ങൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. വന്നുപോയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഇത് കാരണമാക്കി തരണേ അല്ലാഹ്. മുസീബത്തുകളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ഇറക്കണം. നല്ല നല്ല ദിവസങ്ങളാ കടന്നു വരുന്നത്, നല്ല നല്ല രാത്രികളാ കടന്നു വരുന്നത്. ഈ പറയുന്നവൻ എത്ര വലിയ പാവിയാണെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മയൊക്കെ നന്നായി കിട്ടാൻ, ഖൽബ് നന്നാകാനും ജീവിതം നന്നാകാനും കുടുംബമൊക്കെ നന്നാകാൻ, മക്കളൊക്കെ സ്വാലിഹീങ്ങളാകാൻ ഒക്കെ നിങ്ങൾ ദുആ ഇറക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ഇറക്കണമെന്ന വസിയത്തോടു കൂടി മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.